ഹായ്. അപ്പം കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് ഞാനൊരു വാർത്ത കേൾക്കാനിടയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ MSC എൽസ എന്ന കാർഗോ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നിട്ടും കൊച്ചിയിലേക്ക് വരെ ഉണ്ടായിരുന്ന കാർഗോ ഷിപ്പ് അപകടത്തിൽപ്പെട്ടതായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏകദേശം ഒരു 24 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 21 പേരെ നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി രക്ഷാപ്രവർത്തനമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 21 പേരിൽ ഒരു 9 പേരും അപ്പോൾ തന്നെ ഈ നമ്മുടെ ലൈഫ് ജാക്കറ്റും രക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് കടലിലേക്ക് ചാടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം 21 പേരെ ഇപ്പോൾ ഏകദേശം ഈ ഒരു സമയത്തിനുള്ളിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ആൾക്കാരും പറയാറുണ്ട് ഷിപ്പ് ജോലി നല്ലതാണ്, അതുപോലെ തന്നെ നല്ല സാലറിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വശത്ത് ജീവനും മറുവശത്ത് ജീവിതവും കൈപ്പിടിച്ചുകൊണ്ടാണ് ഓരോ സീഫേഴ്സും സെയിൽ ചെയ്യുന്നത്, ഓരോ സീഫേഴ്സും ജീവിക്കുന്നതും. അപ്പോൾ എല്ലാ മേഖലയിലും അപകട സാധ്യത ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കടലിനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര നല്ല നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പാണെങ്കിലും ഒരു ചെറിയൊരു വെതർ കണ്ടന്റിന്റെ വ്യത്യാസത്തിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഓയിൽ പൊല്യൂഷൻ, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം കാരണം നമുക്ക് നമ്മുടെ ജീവിതം തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ചാൻസ് ഉള്ള ഒരു മേഖല കൂടിയാണ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ആൾക്കാരും ജാഗ്രതയായിട്ട് ഇരിക്കുക. നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ നേവി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഇത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഗുഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ പൊല്യൂഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഗുഡ്സ് ഒക്കെ ഹാംഫുൾ ആണോ എന്താണെന്നുള്ളത് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ